വയനാടിന് ജീവൻ നൽകിയ, വയനാടിന് ഉയരും പ്രതീക്ഷയും നൽകിയ കരിന്തണ്ടന്റെ സ്മാരക സ്തൂപത്തിന് തൊട്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് റിപ്പോർട്ടർ ഈ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണാം മനോഹരമായ മൂടൽമഞ്ഞും വയനാടിന്റെ മഴയും. വയനാട്ടിലെ മഴ കൊള്ളാതെ എന്ത് ജീവിതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. വയനാടിന് പുതുജീവൻ നൽകാൻ നമുക്കൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന രണ്ട് MLA-മാർ. അതിൽ ഒരാളെ നമ്മൾ കണ്ടു. ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ ദൃശ്യങ്ങൾ ബോധ്യമായി കാണും. ശ്രീ PV അൻവർ. ഈ ദുരന്തമുഖത്ത് നമ്മൾ വയനാട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ TV-യുടെ ഒരു ഫ്രെയിം റിപ്പോർട്ടർ മാറ്റിവെച്ചത് നിലമ്പൂരിലേക്കായിരുന്നു. അവിടെ പോത്തുകല്ലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ തിരക്കുകയും ആ തിരച്ചിലിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന MLA-യെക്കുറിച്ച് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. PV അൻവർ. ആഘാതമുണ്ടായത് ചൂരൽമലയിലാണെങ്കിലും അത് കൂടുതൽ പ്രകടമായത് നിലമ്പൂരിലാണ്. ഒരുപക്ഷെ ചൂരൽമലയിൽ ആ സമയം നേരിട്ടെത്തിയ നമ്മുടെ വാർത്താ സംഘത്തിനും മറ്റ് MLA-മാർക്കും ഒപ്പം തന്നെ ഈ നിലമ്പൂരിലും ആ അവസ്ഥ കണ്ട് മരവിച്ചു പോയൊരു മനസ്സ് PV അൻവറിനും ഉണ്ടാവും. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ഘട്ടം. ഇങ്ങനെ മൃതശരീരങ്ങൾ ഒഴുകി വരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ ഉയിർപ്പിൻ്റെ നിമിഷത്തിലേക്ക് എത്തുന്നത്. അവിടെ ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ശ്രീ PV അൻവർ വേണം. കാരണം നിലമ്പൂരിലെ MLA ആണെങ്കിലും വയനാടിൻ്റെ ഉയിർപ്പ് ഈ നാടിൻ്റെ ഉയിർപ്പായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ശ്രീ PV അൻവർ, വെരി ഗുഡ് മോർണിംഗ്. നമുക്കൊപ്പം നമ്മുടെ MD ഉണ്ട്, ആന്റോ അഗസ്റ്റിൻ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മഴ കുറേ നനഞ്ഞിട്ടുണ്ടാവുമല്ലോ വയനാട്ടിൽ. ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ്, പൊളി നാടാണ്. ആ പൊളി നാട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ശ്രീ PV, നമ്മൾ അന്ന് ഞാൻ PV-ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ശബ്ദമൊക്കെ വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് കാണാത്തൊരു സാഹചര്യമാണല്ലോ. ഇങ്ങനെ മൃതശരീരങ്ങൾ വരുന്നു, അത് ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കുന്നു, ആ തെരച്ചിലിന് കൂടുതൽ നേതൃത്വം നൽകുന്നു. ആ നിമിഷങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ നമ്മൾ ഇത്രയും ദിവസം എടുത്തു, 24 ദിവസം. പക്ഷേ ഇനി നമ്മൾ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, പോയത് പോയി. പക്ഷേ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, അവരെ ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TV ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്തതും ഒരുപാട് പേർ പറഞ്ഞു. പക്ഷേ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, സമയമായോ ഈ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം. പക്ഷേ എല്ലാ ആശങ്കകളും അസ്ഥാനത്താണ്. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ അവസ്ഥ അത്ര മോശമാണ്. അതെ, ഇതിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എനിക്ക് വ്യക്തിപരമായി പറയാൻ സാധിക്കുന്നത്, ആദ്യം ഞാൻ വിളിക്കുന്നത് ആൻഡോയാണ്. രാത്രി 3:30 മണിക്കാണ് പോത്തുകല്ലിൽ നിന്ന് എനിക്ക് വിവരം കിട്ടുന്നത്. കാരണം ഞങ്ങൾ പ്രിപ്പയർഡായിരുന്നു. കവളപ്പാറ വിഷയത്തിന് ശേഷം അതിനുശേഷം നടന്ന ഈ 4 വർഷങ്ങളിലും മഴക്കാലത്ത് വളരെ നിരീക്ഷണ ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തനത്തോട് കൂടിയിട്ടാണ് നിലമ്പൂർ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ വയനാട്ടിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു. നീലഗിരിയിൽ മഴ പെയ്താലും നിലമ്പൂരിനെ അത് ബാധിക്കും. ഇവിടെ മഴ വർദ്ധിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പ്രിപ്പയർഡായിരുന്നു. പ്രത്യേകിച്ച് പോത്തുകല്ലിൻ്റെ പരിസര പ്രദേശത്തുള്ള സഖാക്കളോടെല്ലാം രാത്രിയിൽ വളരെ ശ്രദ്ധിക്കണം, ഉറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അന്ന് രാത്രി 12 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ 12 മണിക്ക് കിടക്കുമ്പോൾ 1 മണിക്ക് അലാം വെച്ചു, 2 മണിക്ക് അലാം വെച്ചു, 3 മണിക്കും അലാം വെച്ചിട്ടാണ് കിടക്കുന്നത്. 1 മണിക്ക് ഞാൻ അലാം അടിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു അവിടെ. അവ വിളിച്ചപ്പോൾ പറഞ്ഞ് വെള്ളം ചെറുതായിട്ട് കയറുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങരുത്, എന്തായാലും അലർട്ടായിരിക്കണം. 3 മണിയോട് കൂടി പറഞ്ഞ ഒരു വെള്ളം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പം എല്ലാവരെയും വിളിച്ചു ഉണർത്താൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആളുകൾ അപ്പം തന്നെ ഞങ്ങൾ താഴെ നിന്ന് മാറ്റണം. 5:45 ഞാൻ മുണ്ടേരിയിൽ എത്തുന്നുണ്ട്. രാവിലെ 5:45 എത്തുന്നുണ്ട്. അപ്പോഴേക്കും ആളുകളുണ്ട്. 6:15 6:30 ആകുമ്പോഴും ഫസ്റ്റിലെ ബോഡി നമ്മൾ കാണുകയാണ്. ആ ബോഡി കിട്ടിയപ്പോൾ ആദ്യം ഞാൻ DSP വരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരിട്ട് ഞാൻ വിളിക്കുന്നത് റിപ്പോർട്ടറിലാണ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് ബോഡി അത് ഒരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. അതിനുശേഷം ആ ഒരു 9 മണിയോട് കൂടിയിട്ട് ഏകദേശം 10-12 ബോഡി പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. ചിലത് നമ്മൾ റിക്കവർ ചെയ്തും, ഹാഫ് ബോഡി, പിന്നെ കൈ വരുന്നു, കാല് വരുന്നു. ആ ദുരന്തം അങ്ങനെ ഏകദേശം ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ദുരന്തമുണ്ടായ സമയത്ത് ഈ ശബ്ദം കേട്ടിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല സിഗ്നൽ കിട്ടിയിട്ടോ ആ പ്രദേശത്ത് താമസിച്ചെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ് യഥാർത്ഥത്തിൽ ഈ നിലമ്പൂരിലെത്തിയിട്ടുള്ളത്. ഉറങ്ങിക്കിടക്കുന്നവർ മുഴുവൻ കെട്ടിടത്തിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയതാണ്. അതാണ് ഇവിടെ റിക്കവർ ചെയ്ത് 199ഓളം ബോഡിയാണ് ഫുള്ളായിട്ടും പാർഷ്യലായിട്ടും നിലമ്പൂരിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും തെരച്ചിൽ ചെയ്യുന്ന പയ്യന്മാർ രാവിലെ പോകുന്ന. ഇതാണ് സ്ഥിതിവിശേഷം. അപ്പോൾ ഇനി നമുക്കിത് റീബിൽഡ് തന്നെയാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ആ റീബിൽഡ് എല്ലാവരും ശ്രമിക്കുന്നു. ഗവൺമെൻറ് വളരെ ശക്തമായി ഒരു ഭാഗത്തു നിന്നുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു, പല സംഘടനകൾ നടത്തുന്നു. പക്ഷേ ഒരു ടെലിവിഷൻ ചാനൽ തുടക്കം മുതൽ ഈ ഒരു വിഷയം ഒരു ധാർമ്മിക ഉത്തരവാദിത്തം പോലെ ഏറ്റെടുത്തത് റിപ്പോർട്ടർ ചാനലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പാൻറ് അടക്കമുള്ള ഇതിൻ്റെ മാനേജ്മെൻറ്റ് അവർക്കൊരു വൈകാരികമായിട്ടുള്ള ഈ വിഷയത്തിൽ സ്വന്തം നാട് എന്ന നിലക്കുണ്ടാകുന്ന ഒരു
വൈകാരികത കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരോട് തുറന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ വയനാടിന് ഇത്ര താല്പര്യം കാണിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയനാടെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എവിടെ ഇങ്ങനെയൊരു സംഭവം നടന്നാലും തീർച്ചയായും നമുക്ക് വൈകാരിക ബന്ധമുണ്ടാവും. പക്ഷേ വയനാട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ആൻറ്റോയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചു, ആൻറ്റോ ഇത് കൃത്യസമയമാണോ? ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഇവിടെയുള്ള മനുഷ്യർ അവരുടെ പട്ടിണിയിലേക്ക് പോകുമെന്ന അവസ്ഥയിലേക്ക് എത്തി. സാധാരണക്കാരായ ഉപ്പിലിട്ട മനുഷ്യർ. നമ്മൾ ഈ ചിന്ത ആരംഭിക്കുന്നത് ബാണാസുര സാഗറിൻ്റെ തുറന്നു കൊടുക്കണം എന്ന ആവശ്യവുമായി റിപ്പോർട്ടർ TV എത്തുന്നത് ഒരു വീട്ടമ്മ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ വീട്ടിൻ്റെ മുന്നിൽ ഈ 900 കണ്ടി ഭാഗത്ത് അവർ ഉപ്പിലിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഉപ്പിലിട്ടത് മാത്രം കൊണ്ട് ഏകദേശം 700 രൂപ 800 രൂപ കുടുംബത്തിന് ഒരു ദിവസം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു നെല്ലിക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി, അല്ലേ? അപ്പോൾ ആ വൈകാരിക ബന്ധം ഉണ്ടെന്ന് നമുക്ക് തുറന്നു തന്നെ പറയാം പ്രേക്ഷകരുമായി. ഒരു നാടിനോടുള്ള വൈകാരിക ബന്ധം ആൻജോയ്ക്കും നമ്മുടെ മാനേജ്മെൻറ്റിനുണ്ട്. അതൊന്നും നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ അതിനും അപ്പുറം അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയും നമ്മൾ തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ്റെ ഒരു കാരണമാക്കി. നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടപെടുന്നത് സാധാരണ ജനങ്ങളുമായിട്ടാണ്. കാരണം നമ്മൾ ഒരു ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ രാവിലെ ഒരു 25-50 ആൾക്കാരെ കാണുന്നതിൽ 70% സഞ്ചാരികളും വയനാടിന് പുറത്തുള്ളവരുമാണ്. ഇപ്പോൾ ആരും എന്താ സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. വയനാടിൻ്റെ ഒരു മൂലയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അൻവർ MLA പറഞ്ഞതുപോലെ നിലമ്പൂരിൻ്റെ അതിർത്തി പങ്കിടുന്ന മൂലയിൽ നടന്ന സംഭവത്തെ വയനാടിനെ അടച്ചാക്ഷേപിച്ച ലെവലിലേക്ക് വരികയും വയനാട്ടിൽ മുഴുവൻ എന്തോ വലിയ ദുരന്തം ഉണ്ടായി എന്ന് ജനങ്ങളിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു സഞ്ചാരി ഇല്ലെങ്കിൽ വയനാടില്ല. കാരണം അരുൺ വരുമ്പോൾ അറിയില്ലേ ഇവിടുത്തെ കാലാവസ്ഥ, ഈ മൺസൂർ ആഘോഷിക്കാൻ വേണ്ടി എത്രയോ ജനങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വപ്നം കൂടി നടക്കാം. നമുക്ക് നടക്കുമ്പോൾ ഒരു പ്രേക്ഷകർ നല്ല മഴയാണ്. മഴ കൊള്ളുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. പക്ഷേ എന്നാൽ മഴ കൊള്ളണ്ട. അൻവർ MLA നമുക്ക് നിയമസഭയിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആൻഡ്രോയ്ക്ക് ഒരു കുട തരാം. അപ്പോൾ ഒരു കുട നമുക്ക് റിപ്പോർട്ടറിന് ഒരു കുട പിടിച്ച് നമ്മുടെ MLA, ഒപ്പം മറ്റാമത്തെ ഒരു കുട പിടിച്ച് ആൻഡ്രോ അഗസ്റ്റിൻ. എനിക്കൊരു കുടയില്ലേ? എൻ്റെ കുട പിടിച്ച് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഞങ്ങൾ ഈ യാത്രയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തീർച്ചയായും ഈ അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. മഴ നനഞ്ഞുകൊണ്ടുള്ളൊരു അനുഭവം. ഉണ്ണി ബാലകൃഷ്ണൻ കുട്ടിക്കാലത്ത് ഒരുപാട് മഴ നിറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോഴും മഴ നിറഞ്ഞിരിക്കുന്നതിൽ ഒരു സന്തോഷം മുഖത്തുണ്ട്, ഇല്ലേ?